നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ ക്ലൈമാക്സിലേക്ക്. കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം തേടി ഹൈക്കമാൻഡ്. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM ജില്ലാ കമ്മിറ്റി യോഗം 19-നും 20-നും ചേരും. ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവിന്റെ തോൽവിയും തൃശൂർ മണ്ഡലത്തിൽ LDFന്റെ മോശം പ്രകടനവും യോഗത്തിൽ പ്രത്യേകം ചർച്ച ചെയ്യും. ഈ മാസം 3-ന് നടന്ന നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. ചോദ്യപേപ്പർ ക്രമക്കേട് വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ വർഷത്തെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കിയത്. കുരിയച്ചിറയിലെ സ്വകാര്യ പാർപ്പിട സമുച്ചയം ദേശായി ഹോംസിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനിടെ സമീപത്തെ വീടുകൾ തകർന്ന സംഭവത്തിൽ ഇടപെട്ട് രാഷ്ട്രീയ കക്ഷികൾ. കോർപ്പറേഷനിലെ LDF കൌൺസിലർമാർ സ്ഥലം സന്ദർശിച്ച് ഭീഷണി നേരിടുന്ന വീട്ടുകാർക്കൊപ്പമുണ്ടെന്ന് ഉറപ്പു നൽകി. BJP ദേശായി ഹോംസ് കവാടത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സന്ദർശനത്തിൽ വിശദീകരണവുമായി P. ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. തന്റെ പുതിയ പുസ്തകത്തിലേക്കുള്ള വിവരശേഖരണത്തിനായാണ് ക്ഷേത്രം സന്ദർശിച്ചതെന്ന് P. ജയരാജൻ. ഗുരുവായൂർ അരിയന്നൂരിലെ വീട്ടിൽ നിന്ന് 10 പവൻ കവർന്ന സംഭവത്തിൽ 8 പവൻ തിരികെ നൽകി മാപ്പപേക്ഷയുമായി മോഷ്ടാവ്. ഡോക്ടർ അബൂബക്കർ മുഹമ്മദ് റാഫിയുടെ വീടിന്റെ പുറകുവശത്തു നിന്നാണ് സ്വർണ്ണാഭരണങ്ങളും മാപ്പപേക്ഷ എഴുതിയ കത്തും ലഭിച്ചത്. അന്താരാഷ്ട്ര നഴ്സസ് വാരാചരണത്തിന്റെ സമാപന സമ്മേളനം തൃശൂരിൽ നടന്നു. ജില്ലാ ജനറൽ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച നഴ്സസ് ദിന റാലി NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P. സജീവ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന നഴ്സുമാർ തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഉപവാസ സമരം UNA ദേശീയ സെക്രട്ടറി NV സുദീപ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം കാക്കത്തിരുത്തി പള്ളിവളപ്പിൽ വ്യാപാരി കടയ്ക്ക് മുന്നിൽ കുഴഞ്ഞു വീണു മരിച്ചു. NKV ട്രേഡേഴ്സ് സ്ഥാപന ഉടമ പടിയൂർ സ്വദേശി നമ്പിപ്പുന്നില്ലത്ത് 60 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് നീരാട്ടുകുഴി റോഡിനോട് ചേർന്നുള്ള കൈത്തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ. വെള്ളിക്കുളം വലിയ തോട്ടിലേക്ക് ഒഴുകുന്ന കൈത്തോട്ടിലാണ് സാമൂഹിക വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളിയത്. സംസ്ഥാനത്ത് ചില മദ്യ ബ്രാൻഡുകളുടെ വില കുറച്ചു. ജനകീയ ബ്രാൻഡുകൾക്കടക്കം 10 മുതൽ 50 രൂപ വരെയാണ് വില കുറച്ചത്. SDTU 5ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ നടന്നു. ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം SDTU ദേശീയ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979-80 10ാം തരം ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. ഗ്രൂപ്പ് ലീഡർ ഉണ്ണികൃഷ്ണൻ P. നായർ, അജിത്, ജാനകി, അംബിക, ചന്ദ്രൻ, സേതുമാധവൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ ഒരു പവന് 1,12,920 രൂപയായി. പാചകവാതക ദൗർലഭ്യതയ്ക്കും വില വർധനവിനുമെതിരെ INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് ഭക്തജനപ്രവാഹം. കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം ഈ മാസം 14-ന് നടക്കും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം പാലക്കാട് മുടപ്പല്ലൂർ സ്വദേശിയെ ഉപദ്രവിച്ച് മൊബൈൽ ഫോണും പണവും കവർച്ച ചെയ്ത 4 അംഗ സംഘം പിടിയിൽ. പത്തനാപുരം ചവറകുന്ന് സ്വദേശിയായ ഷാഹി, വടൂക്കര സ്വദേശികളായ മുഹമ്മദ് ഷാജഹാൻ, കാലടി സ്വദേശി ഷമീർ എന്നിവരെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. കുന്നംകുളത്ത് സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് സൗഹൃദ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സുമാരെ അനുമോദിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ ആന്റോ തൊറൈൻ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി മരുതയൂർ കുണ്ടുവക്കടവിലെ ജലസംഭരണി അപകടാവസ്ഥയിൽ. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലാണ് കുണ്ടുവക്കടവ് ജലസംഭരണി. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മശതാബ്ദി വാർഷികം ആചരിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ ജന്മവാർഷികാചരണം ഉദ്ഘാടനം ചെയ്തു.
യോഗാസന സ്പോർട്സ് അസോസിയേഷൻ ഓഫ് തൃശൂർ സംഘടിപ്പിക്കുന്ന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം 24 നടക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. മുഖത്ത് പ്ലാസ്റ്റിക് പാത്രം കുടുങ്ങി അവശനായ തെരുവ് നായ്ക്ക് രക്ഷകനായി സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രവീഷ് ഗുരുവായൂർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നായയെ പിടികൂടി മുഖത്തെ പാത്രം മുറിച്ചു മാറ്റിയത്. ഗുരുവായൂർ പൂക്കോട് തണൽ കലാകായിക സാംസ്കാരിക വേദിയുടെ പി കൃഷ്ണപിള്ള സ്മാരക വിനേഴ്സ് ട്രോഫിക്കും വാൾനട്ട് ഗാർഡൻസ് VS ഇന്ദ്രൻ സ്മാരക ട്രോഫിക്കും വേണ്ടിയുള്ള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ഫുട്ബോൾ മേള ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പോർക്കുളം പഞ്ചായത്തിലെ വനിതകൾക്കായി യോഗ പരിശീലന പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് KA ജ്യോതിഷ് നിർവഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.